വീട്ടുപറമ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. ചെറുവത്തുകുന്നിലെ PC മോഹൻദാസിന്റെ പറമ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ കണ്ടതും പിടികൂടിയതും. പ്രദേശത്ത് നിരവധി തവണയായി ക്ഷുദ്രജീവികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നുണ്ട്. കൃഷിപ്പണിക്കിടെയാണ് 7 മീറ്ററോളം നീളം വരുന്ന പെരുമ്പാമ്പിനെ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ദ്രുതകർമ്മസേനയുടെ സ്നേക്ക് റെസ്ക്യൂ ടീമിലെ റിയാസ് എത്തിയാണ് പാമ്പിനെ പിടിച്ചത്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 3-ാം തവണയാണ് ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നത്. പ്രദേശത്ത് ആൾതാമസമില്ലാതെ കാട് മൂടിക്കിടക്കുന്ന നിരവധി സ്ഥലങ്ങളാണുള്ളത്. ഇത്തരം ജീവികളുടെ സാന്നിധ്യത്തിന് കാരണമാകുന്നുണ്ടെന്നും നടപടികൾ വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തെങ്ങുംതടം തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ ആ കിണറിൻ്റെ അടുത്തുള്ള തെങ്ങ് തടത്തിൽ രാസവളം കിട്ടിയതിന് ശേഷം പണ്ട് തുറന്ന സമയത്ത് പട്ടയും കാര്യങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത ആ പട്ട വളർത്തിയതിന് ശേഷം ഓരോന്നോ പട്ടകളും അതും ഇതൊക്കെ ഓരോന്നോരോന്നെ വലിച്ച് തെങ്ങിൻ്റെ തടത്തിലേക്ക് ഇടുമായിരുന്നു. അങ്ങനെ ഇട്ട് വന്ന് അവസാനത്തെ ഒരു 2-3 പട്ട കൂടി ഇടാൻ ബാക്കിയുള്ളൂ സമയത്താണ് അതിന് എന്തോ ഒരു അസ്വാഭാവികം തോന്നി. ഒരു നല്ല വണ്ണത്തിലുള്ള ഒരു ജന്താണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്തോ വട്ടക്കൂറമാതിരി എന്തൊരു പാമ്പ് അവിടെ കിടക്കുന്നുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ ഓടിപ്പോയി നോക്കിയ സമയത്ത് എൻ്റെ പാമ്പിൻ്റെ ഒരു വണ്ണം അതിൻ്റെ ഒരു സുമാറൊരു 7 മീറ്ററോളം നീളമൊക്കെ ഉള്ള ഒരു വലിയൊരു ഭയങ്കര പാമ്പ് കണ്ടപ്പോഴേക്ക് ഒരു പെരുമ്പാമ്പിൻ്റെ ആണ് തോന്നി. ഉടനെ ഞാൻ RRT ടീമിനെ ബന്ധപ്പെട്ടു. അപ്പം അവർ സ്നേക്ക് റെസ്ക്യൂ മെമ്പറായിട്ടുള്ള റിയാസ് എന്ന് പറഞ്ഞ ഒരാളെ അവർ വിട്ടു. റിയാസ് വന്നു. അയാളുടെ കയ്യിൽ വടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ വന്ന് എല്ലാ പട്ടിയും മാറ്റി വെക്കുമ്പോൾ ഇത് ശരിക്കും പെരുമ്പാമ്പാണ്. ഉടനെ അയാളിങ്ങനെ വടി കൊണ്ട് തോണ്ടി ഇങ്ങോട്ട് പെരുമ്പാമ്പിനെ തോണ്ടി ഇങ്ങോട്ട് അടുത്ത് കുറച്ചും കൂടി കൺവീനിയൻ്റായ സ്ഥലത്തേക്കാക്കി. ഭയങ്കര നല്ല വണ്ണും നല്ല 7 മീറ്റർ നല്ല സാധനമായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അവരിപ്പോൾ ഇതേ പറഞ്ഞ മാതിരി സ്ഥലം ആർക്കോ വിറ്റു എന്ന് പറയണു. അത്തരം പ്രദേശങ്ങൾ ആൾതാമസമില്ലാതെ കിടക്കുന്ന അത്തരം പ്രദേശങ്ങളിലെ കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ വൃത്തിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി അതിന് ഒരു പ്രത്യേക താല്പര്യം എടുക്കണം.